ഇനി കോഴിക്കോട്ടേക്ക് പോകാം. കോഴിക്കോട് മാവൂർ, ചാത്തമംഗലം, പെരുവയൽ പഞ്ചായത്തുകളിൽ വെള്ളപ്പൊക്കം. താഴ്ന്ന പ്രദേശങ്ങൾ മുഴുവൻ വെള്ളത്തിനടിയിലാണ്. ചാത്തമംഗലം സങ്കേതത്തിൽ മാവൂർ ഫയർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയാണ് ഒറ്റപ്പെട്ടു പോയ കുടുംബങ്ങളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയത്. പെരുവയൽ ഗ്രാമപഞ്ചായത്തിലും വെള്ളപ്പൊക്കക്കെടുതി ഇന്നലെ തന്നെ രൂക്ഷമായിരുന്നു. അനഘയുണ്ട് കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ. അനഘ, കോഴിക്കോട് വെള്ളപ്പൊക്ക ഭീഷണി ഒഴിയുന്നില്ല എന്നല്ലേ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്? എങ്ങനെയാണ് ഈ താഴ്ന്ന പ്രദേശങ്ങൾ മുഴുവൻ വെള്ളത്തിനടിയിലായത്? എല്ലാവരെയും അവിടെ നിന്നും ഒഴിപ്പിക്കാൻ സാധിച്ചോ? എങ്ങനെയാണ് രക്ഷാപ്രവർത്തനം ഫയർഫോഴ്സ് ഏകോപിപ്പിക്കുന്നത്? അശ്വതി, കോഴിക്കോട് മാവൂരിലെ ചാലിയാർ പുഴ കരകവിഞ്ഞൊഴുകിയതോടെയാണ് ആ പ്രദേശം മുഴുവൻ വെള്ളക്കെട്ടിലേക്ക് പോയിരിക്കുന്നത്. ഈ പ്രദേശത്ത് ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ ആളുകളെ ഈ സ്ഥലത്ത് നിന്ന് മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. പ്രദേശത്ത് ദുരിതാശ്വാസ ക്യാമ്പുകളും തുടങ്ങിയിട്ടുണ്ട്. ഈ ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പിലേക്കാണ് പോവുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ഈ കോഴിക്കോട് കണ്ണാടിക്കൽ ഭാഗത്താണ്. ഈ പ്രദേശത്ത് വലിയ വെള്ളക്കെട്ടാണ് ഉള്ളത്. ഈ ഭാഗത്ത് നിന്ന് ആളുകളൊക്കെ ഒഴിഞ്ഞ് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുന്നുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ഈ വീടിന് ഉള്ളിലേക്ക് വരെ വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഭാഗത്തുള്ള ആളുകളൊക്കെ തന്നെ മുട്ടറ്റം വെള്ളമുള്ള ഒരു സാഹചര്യമാണ്. നമുക്ക് ഈ ക്യാമറമാൻ ഒന്ന് പാൻ ചെയ്താൽ നമുക്ക് ഈ വീടിന്റെ ഉൾവശത്തേക്ക് മുഴുവൻ ഈ വെള്ളം കയറിയ ഒരു സാഹചര്യമുണ്ട്. റോഡിട്ട വീടാണ്. എനിക്ക് തോന്നുന്നത് ഒരു മുട്ടിന് മുകളിലേക്ക് വെള്ളം കയറി. ആ വീടിലുള്ള ആളുകളൊക്കെ ഈ ഭാഗത്ത് നിന്ന് ഒഴിഞ്ഞു പോയിട്ടുണ്ട്. ഈ പ്രദേശത്ത് ഇന്നലെ പെയ്ത മഴ, ഇപ്പോൾ മഴയ്ക്ക് അല്പം ശമനമുണ്ട്. പക്ഷേ ഇന്നലെ പെയ്ത മഴയിൽ തന്നെയാണ് മുട്ടിന് മുകളിലേക്ക് ഒരാൾ പൊക്കത്തിന് വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഈ വീട്ടിൽ ഉണ്ട്. ഈ ഭാഗത്തേക്കൊക്കെ തന്നെ ഈ ഭാഗത്ത് നിന്ന് ആ ഭാഗത്തേക്കൊന്നും പോകാൻ കഴിയാത്തത്ര രീതിയിൽ വെള്ളം കയറിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഈ ആളുകളൊക്കെ ഈ ഭാഗത്ത് നിന്ന് ഒഴിഞ്ഞു പോകുന്നൊരു സാഹചര്യമുണ്ട്. എന്നാൽ ഈ പ്രദേശത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഈ കക്കയം ഡാം തുറന്നു കഴിഞ്ഞാൽ പിന്നീട് ഈ ഭാഗത്ത് നിൽക്കാൻ കഴിയില്ല എന്നാണ് ആളുകൾ പറയുന്നത്. ഈ വീട്ടിലൊക്കെ ആളുകളുണ്ട്. ചേച്ചി, ഇവിടെ കുറച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് പോവോ? എങ്ങനെ ഇവിടേക്ക് കയറാൻ പറ്റുന്ന? ഇവിടെയൊക്കെ ഫുള്ള് വെള്ളമാണല്ലേ? ഇനി ആണല്ലേ? ഇപ്പൊ തന്നെ ഇവിടെ വരെ എത്തിയല്ലേ? നിങ്ങൾ എങ്ങോട്ടാ പോവാ? എന്റെ വീട്ടിലേക്ക് പോവല്ലേ? എല്ലാ വർഷവും മഴ പെയ്യുമ്പോ ഇങ്ങനെ വെള്ളം കയറാറുണ്ടോ? കേറാണ്ട്. ഈ വെള്ളം ഇപ്പൊ അകത്തേക്ക് കയറുമോ? അകത്തേക്ക് കയറും. ഇനിയിപ്പോ കക്കയം ഡാം തുറക്കുന്ന ഒരു സൂചന കൂടെ വരുന്നുണ്ട്. അപ്പൊ പിന്നെ വെള്ളം ഫുള്ള് ഉള്ളിലേക്ക് പോകും. ഉള്ളിൽ അവിടെയൊക്കെ വെള്ളമാവും. അതിന്റെ അവിടെയൊക്കെ എത്തും. എടുത്തു വെച്ചോ പോവാനുള്ള? എടുത്തു വെച്ചാ. ഇവിടെ ഇങ്ങനെ ഫുള്ള് നോക്കൂ അശ്വതി, ഇതൊരു വീടാണ്. ഈ വീടിന്റെ പരിസരത്ത് മുഴുവൻ വെള്ളം, മുട്ടിന് മുകളിൽ വെള്ളം കയറുന്ന സാഹചര്യമുണ്ട്. ഇനി ഒരുപക്ഷെ ഈ ഡാം തുറക്കുകയാണെങ്കിൽ വെള്ളം അകത്തേക്ക് കയറുമെന്നാണ് പറയുന്നത്. ഇവരൊക്കെ ഇവിടെ നിന്ന് ദുരിതാശ്വാസ ക്യാമ്പിലേക്കും മറ്റ് ബന്ധു വീടുകളിലേക്കുമൊക്കെ മാറി താമസിക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് ഇവിടെ ഒരു അമ്മയെ കൂടി കാണാൻ സാധിക്കും. അമ്മ, വീട്ടിലൊക്കെ വെള്ളം കയറിയോ? വെള്ളം കയറിയിട്ടേ പോകുന്നങ്ങോട്ട് നടക്കാനാവായിട്ട്. എങ്ങനെ ഇവിടെ വരെ എങ്ങനെ എത്തി? മോള് പിടിച്ച് ഇവിടെ കൊണ്ടാക്കി തന്ന. വീട്ടിൽ ഫുള്ള് വെള്ളം കയറിയോ? ഓ, ഇങ്ങനെ മഴക്കാലത്തൊക്കെ കയറാറുണ്ടോ? ഓ, വരാറുണ്ട്. എങ്ങോട്ടാ പോകുന്നേ? ഞങ്ങള് പിന്നെ മോൻ വരാന്ന് പറഞ്ഞിനി. അതിന്റെ ഓന്റെ കാറ് വന്നിട്ട് ബന്ധു വീട്ടിലേക്ക്. ബന്ധു വീട്ടില് പോവാ. ഈ പ്രദേശത്തൊക്കെ ഇങ്ങനെ മുട്ടറ്റം, അതായത് ആ ഭാഗത്തേക്കൊന്നും പോവാൻ പോലും പറ്റാത്ത സാഹചര്യമാണ്. അതങ്ങനെ തന്നെയാ. ഓ, എല്ലാ വർഷവും ഉണ്ടാവും. നിങ്ങളിങ്ങനെ ദുരിതാശ്വാസ ക്യാമ്പിലും മറ്റുമൊക്കെ പോകേണ്ടി വരും. അതാണ് ഇവിടെയുള്ള ആളുകളൊക്കെ പറയുന്നത്. എല്ലാ വർഷവും ഈ മഴക്കാലത്ത് ഇങ്ങനെ വീടും ഉള്ളതെല്ലാം കൈപ്പിടിയിൽ ഒതുക്കി ഇവിടെ നിന്ന് പോകേണ്ട ഒരു സാഹചര്യം ഇവർക്കുണ്ട്. ഇപ്പം ഞാൻ തന്നെ ഒരു 6 അടി ഉള്ള ഒരാളാണ്. എനിക്കേറ്റവും ആ ഭാഗത്തേക്ക് പോകാൻ കഴിയില്ല. കാരണം എൻ്റെ അരയ്ക്കൊപ്പം വെള്ളമുണ്ട് ആ ഭാഗത്തേക്ക്. നമ്മൾ ഈ മറുഭാഗത്ത് ഉണ്ട്. അവിടെയുള്ള ആളുകളൊക്കെ മാറി പോവുകയാണ്. ബന്ധു വീടുകളിലേക്കും ദുരിതാശ്വാസ ക്യാമ്പിലേക്കും ഇതിനോടകം മാറിയിട്ടുണ്ട്. ഈ പ്രദേശത്തെ വീടുകളിലൊക്കെ വലിയ രീതിയിൽ വെള്ളം കയറുന്ന സാഹചര്യമുണ്ട്. എന്തായാലും ഇപ്പോൾ ഒരു ആശ്വാസകരമായ വാർത്ത, ഇപ്പോൾ മഴ എവിടെയും ഇല്ല എന്നുള്ളതാണ്. മഴ അല്പം മാറി നിൽക്കുന്നുണ്ട്. ഒരു പക്ഷേ ഇന്ന് ഉച്ചവരെ മഴ ഇങ്ങനെ ഇല്ലെങ്കിൽ ഈ വെള്ളം ഒന്ന് താഴാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അപ്പോഴും കക്കയം ഡാം തുറക്കുകയാണെങ്കിൽ വീണ്ടും ഒരാൾ പൊക്കത്തിലേക്കൊക്കെ തന്നെ വെള്ളം കയറാനുള്ളൊരു സാധ്യതയും ഉണ്ട്. തീർച്ചയായും അനഘ, എന്തായാലും സുരക്ഷിതയായി വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുക. കാരണം അവിടെ നിറയെ വെള്ളമാണ്. വലിയ ആശങ്കയാണ്. എപ്പോൾ വേണമെങ്കിലും വെള്ളം വീണ്ടും പൊങ്ങാനുള്ള സാധ്യത കൂടിയുണ്ട്. എന്തായാലും ജനങ്ങളുടെ ജീവിതം ദുരിതമാക്കിയിരിക്കുകയാണ് ഒരു മഴ.